ഇന്ത്യയിലെ മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്കിംഗ് എന്നാണ് ഹരിഹർ ഫോർട്ട് അറിയപ്പെടുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ തന്നെ ഹരിഹർ ഫോർട്ടിനേക്കാൾ ഡേഞ്ചറസ് ആയ മറ്റൊരു ട്രക്കിംഗ് ആണ് കലാവന്തി ദുർഗ്. അപ്പം അവിടേക്കാട്ടോ നമ്മുടെ ഈ ഒരു യാത്ര. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ചാലക്കുടിക്കടുത്ത് ഡിവൈൻ നഗർ സ്റ്റേഷനിൽ നിന്നാട്ടോ. നേത്രാവതി എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്ത് പനവേൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ടോ, നമ്മൾ അങ്ങോട്ടാട്ടോ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനും അർഷിൽ ബ്രോയും ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നാനേമാച്ചി വാട്ടർഫാൾ, ഹരിഹർ ഫോർട്ട്, അതുപോലെ തന്നെ ബ്രഹ്മഗിരി ഹിൽസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പം ആദ്യം ചെല്ലുന്ന ദിവസം ഉച്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊരു പ്ലാൻ നമുക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഓൺ ദ വേ ട്രെയിനിൽ വെച്ച് ഒരുപാട് റിസർച്ചൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഫിക്സ് ചെയ്തൊരു സ്പോട്ടാട്ടോ ഈ ഒരു കലാവന്തി ദുർഗ്. അങ്ങനെ പനവേൽ സ്റ്റേഷനിലെത്തി നമ്മുടെ മെയിൻ ബാഗ് അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ച് കേട്ടോ. കാരണം ആ ഒരു ബാഗ് കൊണ്ട് നമുക്ക് മല കയറാൻ പറ്റില്ലല്ലോ. നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടാക്സി സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് 15 കിലോമീറ്റർ മാറി തക്കർവാടി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓൺ ദ വേ തന്നെ നമുക്ക് തല ഉയർത്തി നിൽക്കുന്ന ഫോർട്ട് കാണാൻ പറ്റും കേട്ടോ, ദൂരെ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ലൊക്കേഷനിലേക്ക് ബസ് സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ വളരെ കുറവാണ്. ഈവൻ നമ്മൾ ബസ്സിന് പോയാൽ പോലും നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം 350 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൺ സൈഡ് ഓട്ടോയ്ക്ക് അവിടെ എത്താൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് തക്കർവാടി വില്ലേജ്. അപ്പം നമ്മളൊരു 4:30 കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തി. നമ്മൾ എത്തിയതും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നേരെ കോട്ടൊക്കെ ഇട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് മല കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽസായ ഈ പുറകെ വരുന്ന 3 പേരേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും തിരിച്ചിറങ്ങുവാണ്. കാരണം ഈ ഒരു 4:30-5 മണി സമയത്ത് ആരും കയറത്തില്ല, കയറിയവരൊക്കെ തിരിച്ചിറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന റോഡുകളൊക്കെ അല്ലെങ്കിൽ വഴികൾ കുറച്ച് നല്ല രീതിയിൽ സ്ലിപ്പറിയാണ് കേട്ടോ. അപ്പോൾ ഇത് പല ടെറൈൻസ് ആണ്. അതായത് ചിലയിടത്ത് നല്ല ഉരുളൻ കല്ലുകളാണ്, ചിലയിടത്ത് മണ്ണാണ്, ഇടയ്ക്ക് ഇതുപോലെ പാറ പൊട്ടി ഒലിച്ചു വന്ന രീതിയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ തക്കർവാടി വില്ലേജിലുള്ളവരുടെ ചെറിയ കടകളാണ്. അപ്പോൾ ഞാനും ആഷിൽ ബ്രോയും അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഒരു മല കയറുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചിറങ്ങുമ്പോൾ എന്താണെങ്കിലും ഇരുട്ടാവും. പക്ഷേ നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേനും വെട്ടമുണ്ടല്ലേ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇരുട്ടാകുന്നതിന് മുന്നേ മേളിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഒരു മല കയറുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ഓപ്പൺ സ്പേസുകളുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ ഒരു വ്യൂ പോയിന്റുകളാണ്. നമ്മൾ വണ്ടിക്ക് വന്നപ്പോൾ കണ്ട ആ ഒരു ടൗൺഷിപ്പും അതുപോലെ ദൂരെ പൻവേൽ സിറ്റിയും മാത്തനൻ ഹിൽസൊക്കെ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ കാണാം കേട്ടോ. അങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിൽ പ്രബൽമച്ചി എന്നൊരു ഗ്രാമമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ കയറി വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കാണാം കേട്ടോ, പാറയിൽ കൊത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് മുതലേ ഉള്ളതാണോ അതോ ഈ ഗ്രാമീണർ കൊത്തി വെച്ചാണോ എന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു പ്രബൽമച്ചി പ്ലേറ്റോ. അപ്പോൾ ഇവിടെ നിന്ന് വലത്തേക്ക് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സൺസെറ്റ് വ്യൂ ഒക്കെ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുത്തനെ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന കലാവന്തി ദുർഗ്. ഇതിൻ്റെ നേരെ വലത്തെ സൈഡിൽ കാണുന്നതാണ് പ്രബൽഗഡ് ഫോർട്ട്. അപ്പോൾ നമ്മളിനി ആ ഒരു ഗ്രാമത്തിലേക്കാട്ടോ കയറുന്നത്. അങ്ങനെ നമ്മൾ പ്രബൽമച്ചി ഗ്രാമത്തിലേക്ക് കയറുക കേട്ടോ. ശരിക്കും ഒരു മലയോര ഗ്രാമത്തിലെ എല്ലാ കാഴ്ചകളും അതിൻ്റെ ഒരു എന്താ പറയുക നിഷ്കളങ്കതയൊക്കെ നമുക്കിതിൽ നടന്നു പോകുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാമീണരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു ടൂറിസ്റ്റുകളാണ്. അതായത് അവർക്ക് ടെൻറ്റ് സ്റ്റേ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഗൈഡായിട്ട് പോവുക, ഇതൊക്കെയായിട്ട് അവരുടെ പ്രധാന വരുമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രബൽഗഡ് ഫോർട്ടിലേക്കും, ലെഫ്റ്റ് പോവുകയാണെങ്കിൽ കലാവന്തി ദുർഗിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇവരുടെ വീടുകളുടെയൊക്കെ ഇടയ്ക്കൂടെയാണ് ആ ഒരു വഴി. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു ചെന്നപ്പോഴത്തേനും ആ ഒരു ഗ്രാമത്തിൻ്റെ എന്താ പറയുന്ന ഒരു ബോർഡറുണ്ട്. അപ്പോൾ ആ ബോർഡറിൽ ഒരു ചേട്ടൻ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുമായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് ആരും കയറത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ കയറാൻ പോവുകയാണ് എന്ന് ഉള്ള ഹിന്ദിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഫോർട്ടിൻ്റെ ഏകദേശം നേരെ താഴെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുത്തനെയുള്ള കയറ്റങ്ങളാണ് കേട്ടോ.
പല പല ടെറീൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇങ്ങോട്ട് കയറുമ്പോഴത്തേനും ഒരു ഫോറസ്റ്റ് ആംബിയൻസും കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഹരിഹർ ഫോർട്ടിനേക്കാളും ഡിഫിക്കൽട്ടാണ്. അതായത് മേളിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല ഗ്രേഡ് ഉണ്ട്, അതായത് നല്ല സ്റ്റീപ്പാണ്. അപ്പം ഞങ്ങൾ നടക്കുന്നു പറഞ്ഞാൽ കുറച്ച് സ്പീഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മടുത്തു. എന്നാൽ പോലും നമ്മൾ ഒരു സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഗ്യാപ്പ് എടുക്കാണ്ട് തന്നെയാണ് നടന്നു കയറുന്നത്. നമ്മൾ നടന്നു കയറുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞണ്ടുകളെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഗ്രാമീണരുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇതുപോലെയുള്ള ചെറിയ ഗുഹകൾ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ ഒളിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഓപ്പണിങ് വരുന്നിടത്തൊക്കെ പുല്ല് വെച്ച് കവർ ചെയ്യും. അപ്പോൾ അതെന്തിനാണെന്ന് കറക്റ്റ് അറിയില്ല. ആഷിൽ ബ്രോ കാര്യം പറഞ്ഞപ്പോൾ വീണേനെ കേട്ടോ. കാര്യം മഴയൊക്കെ പെയ്ത് നല്ലൊരു സ്ലിപ്പറി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി ഈ ഒരു സ്പോട്ട് എത്തുമ്പോഴത്തേനും ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലൈമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റെപ്പുകളും ആ ഒരു കയറൊക്കെ തുടങ്ങുന്ന ഇവിടെ നിന്ന് ശരിക്കും കുത്തനെ കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ട്രെയിൻ കൂടുതൽ കൊടുത്താലാണ് ഇവിടുന്ന് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം മഴ പെയ്ത് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹരിഹർ ഫോർട്ടിലെ പോലെ തന്നെ 80 ഡിഗ്രിയിൽ പാറയിൽ കട്ട് ചെയ്യാനുണ്ടാക്കിയ സ്റ്റെപ്പുകളാട്ടോ ഇവിടെയുള്ളത്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡേഞ്ചറസ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹരിഹർ ഫോർട്ടിലെ സ്റ്റെപ്പുകളിൽ നമുക്ക് കൈ പിടിച്ച് കയറാനായിട്ട് 2 ഹോൾസ് ഇട്ടിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിലും. ഇവിടെ അതില്ല. മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു സൈഡിൽ നേരെ കൊക്കയാണ്. അതായത് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവിടെ നമ്മൾ കയറിപ്പോകാൻ. അതായത് ആക്രോഫോബിയ അല്ലെങ്കിൽ ഹൈറ്റിന് പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ കയറാനായിട്ട് കുറച്ച് എന്താ പറയുന്നത് ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലൈമ്പിൻ്റെ ഫൈനൽ സ്ട്രെച്ച് എന്ന് വേണേൽ പറയാം. ഈ മഴയത്തൊക്കെ വെള്ളം ഒഴുകുന്നൊരു ചെറിയ ചാലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ചാലാണിത്. അപ്പോൾ അതിലെ കൂടെ 2 കൈയും പിടിച്ചാണ് നമ്മൾ കയറി വരുന്നത്. Yeah, it's very risky. This is the final point. Yes. This is the final point. How was it? It's very fantastic, Oh. very thrilling and super awesome. सबसे पहले इधर रस्सी नहीं थी, हम चढ़े उसके बाद रस्सी नीचे आए. ഓക്കെ, ടൈം ഈസ് 6:26. അപ്പോൾ നമ്മുടെ കലാവന്തിദുർഗ് ഫോർട്ടിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലാട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഇതിൻ്റെ മേളിൽ കയറാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 90 ഡിഗ്രി വെർട്ടിക്കലി കിടക്കുന്നൊരു പാറയാണത്. അതായത് അതിൽ കയറൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മളതിൽ വലിഞ്ഞു വേണം കയറാൻ. അപ്പം ആദ്യം ആഷിൽ ബ്രോ കയറുവാണ്. നമ്മൾ കുറച്ച് മുന്നേ കയറി വന്ന 80 ഡിഗ്രി സ്റ്റെപ്സ് പോലെ അല്ല കേട്ടോ. ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കയറിയ പലരും ഇറങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പ് പോയിന്റ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജാൻ്റെ ഒരു ചെറിയ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഈ 2 മലകളെ നോക്കുന്ന രീതിയിലാണ് അത് പണി കഴിപ്പിച്ചേക്കുന്നത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലാണ് ഈ ഒരു കലാവന്തിദുർഗ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2300 അടി മുകളിലാട്ടോ നിൽക്കുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിക്കപ്പെട്ടത്. അപ്പം അന്നത്തെ കലാവന്തി എന്ന് പറഞ്ഞ റാണിയുടെ പേരിലാണ് പിന്നീട് ഇത് അറിയപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പൻവേലും അല്ലെങ്കിൽ കല്യാൺ പോലുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കാനും അന്നത്തെ ട്രേഡ് റൂട്ട്സുകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു ഞാനും ആഷിൽ ബ്രോയുമാണ് ഈ ഒരു ഫോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രക്ക് ഇത്രയും പെട്ടെന്ന് കയറി ഇറങ്ങിയെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ.
അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രബൽമച്ചി വില്ലേജ് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ കിട്ടി. എന്താണേലും നമ്മൾ വന്ന ആ ഒരു ഓട്ടോക്കാരൻ തന്നെ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ താഴെ എത്തി കേട്ടോ. എന്താണേലും പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ പോലും അതായത് ഒരുപാട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റിയില്ല. യൂഷ്വലി നമ്മളൊരു ലൊക്കേഷനിൽ പോകുമ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരു ലൊക്കേഷനാണ്. എന്നാൽ പോലും വളരെ വെർത്തായിട്ടുള്ള ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളത് തിരിച്ചിറങ്ങുവാണ്.